ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നമ്മൾ റെനോയുടെ ട്രൈബർ അവർ ടെസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ഫേസ് ലിഫ്റ്റ് മോഡൽ. ഇപ്പോൾ കുറച്ച് കാലം 2019 വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5-6 വർഷത്തിനടുത്തായി. ഇതുവരെ മേജറായിട്ടുള്ള പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അതായത് ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആവുക, പിന്നെ അവിടെ എവിടെയും കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റുക, കളയുക, പുതിയത് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഡിസൈനിൽ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് മാത്രമാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് ലോഞ്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം തന്നെയാണ് ഈ വണ്ടി വരാൻ പോകുന്നത്. ജൂലൈ 23-നാണ് അവർ ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും. ആൻഡ് വണ്ടി ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആക്ച്വലി ഇത് നിസാനാണ് ആദ്യം കാണിച്ചത്. അതായത് അവരുടെ പുതിയ എബോ 4 മീറ്റർ SUV ഉണ്ടല്ലോ, അതും പിന്നെ ഈ ട്രൈബർ ബേസ്ഡ് ആയിട്ടുള്ള നിസാൻ്റെ ഒരു സബ് 4 മീറ്റർ MPV. അങ്ങനെയാണ് അവർ രണ്ട് വാഹനങ്ങൾ കാണിച്ചത്. അതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് എങ്ങനെ കാണാനിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യായിരുന്നു. പക്ഷെ എന്തായാലും റെനോ ആണ് ആദ്യം ഇറക്കാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിസാൻ എന്തായാലും ഈ വർഷം അവസാനം ഇറക്കുള്ളൂ. അത് പിന്നെ റെനോയുടെ വണ്ടി റെനോനെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ഇറക്കേണ്ടത്. നിസാൻ പിന്നെ ഇത് റീബാഡ് ചെയ്ത് വിൽക്കാൻ പോവാണ്. അതായത് വേറൊരു പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരങ്ങ് വിൽക്കും. ഏതായാലും നമ്മളിപ്പോൾ ഈ വണ്ടി ആസച്ച് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഹെഡ്ലൈറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഡിസൈൻ വൈസ് ഒരുപാട് ചേഞ്ച് ഇല്ല, പക്ഷേ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എലമെൻസിനകത്ത് വ്യത്യാസമുണ്ട്. നമുക്ക് നേരത്തെ ഇതിൻ്റെ അകത്ത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ LED വരുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ വന്നേക്കാം, കാരണം കൈകറിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ DRLs ഏതായാലും അതിൻ്റെ പൊസിഷൻ മാറി. നേരത്തെ നമുക്ക് താഴത്ത് ഫോഗ് ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു സ്ഥലത്തായിട്ടായിരുന്നു DRLs കിട്ടിയിരുന്നത്. അതായത് ഒരു സിംഗിൾ വര പോലെ. അത് ആ സമയത്ത് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഈ വണ്ടിയിൽ എന്തായാലും നമുക്ക് ഹെഡ് ലാംപ്സിൻ്റെ ഒരു ടോപ്പ് പോർഷനായിട്ട് തന്നെ ഒരു DRLs ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണക്റ്റഡ് DRLസിൻ്റെ പ്രൊവിഷനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണുന്നില്ല. പക്ഷേ എന്നാലും DRLസിൻ്റെ പൊസിഷൻ മാറ്റി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹെഡ്ലൈറ്റ് ചിലപ്പോൾ LED ആക്കിയേക്കാം. പിന്നെ താഴത്തെ ഫോഗ് ലാംപ്സിൻ്റെ പൊസിഷൻ അവർ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ബമ്പറിൻ്റെ ഏറ്റവും ബോട്ടം പൊസിഷനിലേക്ക് ആയിട്ടുണ്ട്. LED തന്നെയാണ്. നമുക്ക് മാഗ്നൈറ്റിലും അതിലൊക്കെ കാണാൻ പറ്റുന്ന സെയിം ഫോഗ് ലാംപ്സ് ആണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ഡിസൈനിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ഡിസൈൻ, അതുപോലെ ഓവറോൾ അതിൻ്റെ ഒരു ലേഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഡ്രൈവർ ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്നൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ്. കുറച്ച് കാലമായിട്ട് ഈ വണ്ടിയുടെ സെയിലും വളരെ മോശമായിരുന്നു. റെനോയ്ക്ക് 3 വണ്ടികൾ, അതായത് ക്വിഡ്, ട്രൈബർ, കൈഗർ, ഈ 3 വണ്ടികളും വെച്ചൊരു മാസം ആപ്പാട് 2000-2500 ഒക്കെ വെച്ചാണ് ഇപ്പോൾ സെയിൽ വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് ഇറക്കുന്നതോടുകൂടി അതിലൊരു വ്യത്യാസം വരും. ഇത് മാത്രമല്ല, ക്വിഡിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്, കൈഗറിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും ഫേസ് ലിഫ്റ്റ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവറിൻ്റെ കൂടെ കൈഗർ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ക്വിഡിൻ്റെ ഫേസ് ലിഫ്റ്റ് അല്ലാതെയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പുതിയ അലോയ് വീൽസിൻ്റെ ഡിസൈൻ കാണാം. അത് കവേർഡ് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഡിസൈൻ ഉറപ്പായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് മിററിൻ്റെ താഴെ ചെറിയൊരു ബൾജിങ് പോലെ തോന്നുന്നുണ്ട്. അതിനി വേറെ ഏതെങ്കിലും വണ്ടിയുടെ വല്ല പാർട്സും ആണോ എന്നറിയില്ല. അതായത് ഫ്രണ്ടിലൊരു വണ്ടിയും കൂടെ ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലും സാധനം ഇരിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും മാഗ്നൈറ്റിലും കൈഗറിലും ഒരു 360° ക്യാമറ കൊടുക്കുന്നതാണ്. സോ ഇതിൻ്റെ അകത്ത് കൊടുത്തുകൂടായികയൊന്നുമില്ല. കൊടുക്കാറുണ്ടെങ്കിൽ നല്ലതായിരുന്നു, കാരണം ഓൾറെഡി അവർ കൊടുക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര ഗംഭീര ക്ലാരിറ്റി ഉള്ള ക്യാമറയൊന്നും അല്ല. പക്ഷെ എന്നാലും ഈ സെഗ്മെൻറ്റിൽ പ്രൈസ് പോയിന്റ് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ. ഇനി അടുത്ത ഇതിൻ്റെ റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച LED ടെയിൽ ലാംപ്സ് വരെയായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ടെസ്റ്റിംഗ് മോഡലിൽ നമുക്കങ്ങനെ ടെയിൽ ലാംപ്സ് LED ആക്കിയതായിട്ടും തോന്നുന്നില്ല. ഇനി അവർ നന്നായിട്ട് ക്യാമഫ്ലാജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്തതാണോ എന്നറിയില്ല. ഈവൻ ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും മൊത്തത്തിലുള്ള റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും നേരത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. മെയിനായിട്ട് അലോയ്സിൻ്റെ ഡിസൈൻ, ഫ്രണ്ട് ഡിസൈൻ, അതിനകത്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും നിസാൻ്റെ വണ്ടി വരുമ്പോഴേക്കും കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് റിയറിൽ LED ടെയിൽ ലാംപ്സ് വരെ, പിന്നെ ഇതിൻ്റെ അകത്ത് 360° ക്യാമറ ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മിക്കവാറും ഡിസൈൻ കൊടുക്കും. കാരണം അതിനേക്കാൾ ഇത്തിരി കൂടെ ഒരു പ്രീമിയം പൊസിഷനിങ്ങിലായിരിക്കും അവർ ആ വണ്ടി ഇറക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ഉറപ്പായിട്ട് അതിനകത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇൻറ്റീരിയറിനെ പറ്റി റെനോ അങ്ങനെ ഇൻറ്റീരിയേഴ്സിൽ വ്യത്യാസം വരുത്തുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഡാഷ്ബോർഡ് ലേഔട്ടിലൊന്നും വ്യത്യാസം വരുത്തുന്നതിനെ പറ്റി അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാലും കുറച്ചൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇനിയും ആഡ് ആവും എന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക് AC, അതായത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അതിലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ ക്ലസ്റ്റർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 8-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓൾറെഡി വരുന്നുണ്ട്. സോ അതിനകത്ത് 360° കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യാസം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഈ വണ്ടിയിലുണ്ട്. പണ്ട് ക്രൂസ് കൺട്രോളും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അതൊക്കെ അവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഓരോ അപ്ഡേറ്റിലൂടെയൊക്കെ ആഡ് ചെയ്തതാണ്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് അഡീഷണൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ അവർക്ക് 6 എയർ ബാഗ്സ് കൊടുക്കാം. അതിപ്പോൾ ഈ വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. തീർച്ചയായും കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇതിനകത്ത് 4 എയർ ബാഗ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് മാഗ്നൈറ്റിലാണ് ആദ്യമായിട്ട് 4 എയർ ബാഗ്സ് വന്നു തുടങ്ങിയത്. പിന്നെ കൈകാറിലൊക്കെ വന്നു, പക്ഷേ ഈ വണ്ടിയിൽ ഇല്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അവരുടെ പുതിയ എല്ലാ ജനറേഷൻ ഫേസ് ലിഫ്റ്റുകളും വരുമ്പോഴേക്കും, അതായത് ഈ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളിലൊക്കെ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും 6 എയർ ബാഗ്സ് വരേണ്ടതാണ്.
ക്വിഡിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ബാക്കി എല്ലാത്തിലും വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. ക്വിഡിലും ചിലപ്പോൾ വരുമായിരിക്കും, കാരണം ഓൾട്ടോ കേട്ടനിലൊക്കെ ഇപ്പോൾ മാരുതി സുസുക്കി ബേസ് മോഡൽ പോലെ 6 എയർ ബാഗ്സ് കൊടുക്കുന്നുണ്ട്. സോ ക്വിഡിൽ കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് സ്പേസിൻ്റെ കാര്യം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഇത് ഇറങ്ങിയ കാലം പോലെ തന്നെ ഈ പ്രൈസ് പോയിന്റും അതുപോലെ ഇതിൻ്റെ സൈസും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സ്പേസ് വലിയൊരു ഫാക്ടറായിരുന്നു ഈ വാഹനത്തിൻ്റെ. അതായത് ഈ പ്രൈസിൽ നമുക്ക് ഇത്രയും സ്പേസുള്ള വേറൊരു വണ്ടിയും കിട്ടില്ല. നിങ്ങളിപ്പോൾ ഏത് ഹാച്ച് ബാക്ക് എടുത്തു എന്ന് പറഞ്ഞാലും ഒന്നാമത്തെ കാര്യം 3 റോ ആയിരിക്കില്ല വണ്ടികളൊന്നും, 7 സീറ്റർ കൺഫിഗറേഷൻ ആയിരിക്കില്ല. പിന്നെ ഇത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള വാഹനമാണല്ലോ. നിങ്ങൾക്കിപ്പം 3rd റോ വേണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്ത് മടക്കി ബാക്കിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്തെടുത്ത് വെക്കാം, എന്നിട്ട് ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി അതല്ല 3rd റോ വേണം, കുറച്ച് അത്യാവശ്യത്തിന് ആൾക്കാർ ഇരുത്തണമെന്നുണ്ടെങ്കിൽ അത് യൂസും ചെയ്യാം. ഇനി അത് യൂസ് ചെയ്യുകയാണെങ്കിലും 2nd റോയിലും 3rd റോയിലും ഭയങ്കര ക്രാംഡ് അല്ല ഇതിൻ്റെ സൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. സോ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇനി വേണമെങ്കിൽ അവർക്ക് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അതായത് 2nd റോയിൽ അത് ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നടുവിലൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്യാം, നടുവിലൊരു സെൻറ്റർ ആംറെസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ക്യാപ്റ്റൻ സീറ്റ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര പേര് വാങ്ങും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒന്നാമത്തെ കാര്യം ഈ വണ്ടി അങ്ങനെ വലിയ ഷോഫർ ഡ്രൈവൺ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന വണ്ടിയൊന്നും ആയിരിക്കില്ല. ആൻഡ് അതിന് മാത്രം ഉള്ള ഒരു പ്രൈസ് പോയിന്റുള്ള വണ്ടിയല്ല ഇത്. അതായത് അതിന് വേണ്ടി ആൾക്കാർ ഇത് എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ക്യാപ്റ്റൻ സീറ്റ്സ് കൊടുത്താൽ എത്ര പേര് ഇത് വാങ്ങിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. എനിവേ അത് ചിലപ്പോൾ ഇവർ കൊടുത്തില്ലെങ്കിൽ നിസാൻ കൊടുക്കുമായിരിക്കും, അത് നമുക്ക് കണ്ടറിയാം. സോ അതാണ് ഇതിനകത്ത് നമുക്ക് ഇൻറ്റീരിയറിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ പറയാൻ പറ്റുന്നത്. ഇനി എൻജിൻ വൈസ് വരികയാണെങ്കിൽ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നതല്ല. നമുക്കിപ്പോൾ കിട്ടുന്ന സെയിം 1 ലിറ്റർ എനർജി സീരീസിന് അണ്ടറിൽ വരുന്ന NA പെട്രോൾ എഞ്ചിനാണ്, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരാൻ പോകുന്നത്. 72 bhp 96 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഈ വണ്ടി വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡൗൺ സൈഡും ഈ എഞ്ചിൻ തന്നെയാണ്. 3 സിലിണ്ടർ ആണ്, നല്ല വൈബ്രേഷൻ ഉണ്ട്, പിന്നെ വലിയ പവറൊന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് ഫുൾ ലോഡിലൊക്കെ പോകുകയാണെങ്കിൽ വണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും വലിക്കാൻ. ഇനി AMT എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലാഗിയാണ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അവർക്ക് ടെർബോ പെട്രോൾ കൊടുക്കായിരുന്നു. കൈകാരിലും മാഗ്നൈറ്റിലൊക്കെ 1 ലിറ്റർ ടെർബോ അവൈലബിൾ ആണ്. അത് നല്ല എഞ്ചിനാണ്. 100 bhp ഉണ്ട്. അതുപോലെ 160 Nm ടോർക്കാണ് നമുക്ക് മാനുവൽ കിട്ടുന്നത്. 152 Nm ടോർക്കിനടുത്ത് ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. സഫീഷ്യൻ്റ് ആണ്. അത് ആക്ച്വലി ആ സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ നന്നായിട്ട് പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ CVT ആണെങ്കിൽ പോലും ടെർബോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും അതിൻ്റെ അകത്തില്ല. ഈവൻ നിസാൻ പോലും ഈ വണ്ടിയിൽ അവർ ടെർബോ പെട്രോൾ കൊടുക്കുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ റെനോ ഉറപ്പായിട്ടും കൊടുക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാണ് എനിക്കറിയാത്തത്. പ്രൈസ് പോയിൻ്റൊക്കെ ഓക്കെ, ചിലപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെ അവർ കൊടുക്കുന്ന സ്ഥിതിക്ക് ബാക്കി ഹാച്ച് ബാക്സിൻ്റെയൊക്കെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിയാലും വേണമെങ്കിൽ ഒരു ടെർബോ കൊടുത്തുകൂടായില്ലല്ലോ. അത് അറ്റ്ലീസ്റ്റ് പവർ വേണം എന്ന് തോന്നുന്നവർക്ക് വാങ്ങാമല്ലോ. ചിലപ്പം ടോട്ടൽ സെയിൽസ് പെർസെൻറ്റേജ് ഒക്കെ ടെർബോയ്ക്ക് കുറവായിരിക്കും, കൂടുതൽ ആൾക്കാർ അപ്പോഴും തന്നെയായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഇതിന് പവറില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ആൾക്കാർക്ക് വരുന്നു. ആ കാരണം കൊണ്ട് ആൾക്കാർ ഇത് എടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് സോൾവ് ആയി കിട്ടും. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. ഇതൊന്നും അല്ലാതെ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും അവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററും റെനോ തിരിച്ചു കൊണ്ടിരുന്നതായിരിക്കും. അതായത് 3rd ജനറേഷൻ ഡാഷ് ഡസ്റ്റർ ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളത്. ഇത്രയും വണ്ടികൾ വരുമ്പോഴേക്കും ഇവർ തിരിച്ച മാർക്കറ്റ് ഷെയർ പിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.